ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചതവുകൾ മരണകാരണമല്ല. ലിവർ സിറോസിസും വൃക്കകളിൽ സിസ്റ്റും ഹൃദയധമനികളിൽ 75% ബ്ലോക്കും ഉണ്ടായിരുന്നു. രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം നിർവചിക്കാനാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ചില ചതവുകൾ മുഖത്തും മൂക്കിലുമൊക്കെ കണ്ടിരുന്നു, പക്ഷേ അതൊന്നും തന്നെ മരണകാരണമല്ല എന്നാണ് വ്യക്തമാകുന്നത്. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് വൃക്ക, ഹൃദയം സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനാലാണ് മരണം സംഭവിച്ചത് എന്നുള്ളതിൻ്റെ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ നിർവചിക്കാനാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ആന്തരിക പരിശോധനാ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അസ്വാഭാവികത ഒന്നും തന്നെ ഈ മരണത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ കുടുംബം പറഞ്ഞിരുന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഗോപൻ സ്വാമിയുടെ സമാധിയാണ് എന്ന നിലപാടിൽ ഗോപൻ സ്വാമിയുടെ മകനും ഭാര്യയും ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നത് ഗോപൻ സ്വാമിയുടെ സമാധി എന്നതായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ ഇടപെടലുകൾ ഈ മരണോ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ അന്വേഷണത്തിൽ പോലീസിന് അസ്വാഭാവികത ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഗോപൻ സ്വാമിക്ക് കരൾ രോഗ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ, അദ്ദേഹത്തിന് ആരോഗ്യപരമായി കുറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതിനപ്പുറം ഇതൊക്കെയായിരുന്നു മരണകാരണം. അല്ലാതെ മുഖത്തുണ്ടായതും ശരീരത്തിലുമുണ്ടായ ചതവുകൾ മരണകാരണത്തിലേക്ക് നയിച്ചിട്ടില്ല. അത് നേരത്തെ പറ്റിയ ചതവുകളാണ് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഏറെ വിവാദങ്ങളിലേക്ക് വഴിവെച്ച സംഭവമായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വിഷയം. ആ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല ഘട്ടങ്ങളിലായി ഉണ്ടായി. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, സമാധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ റിപ്പോർട്ടുകളായി പുറത്തു വന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ടുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കുടുംബം നേരത്തെ പറഞ്ഞിരുന്നതിന് സമാനമായ രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ചെറിയ സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. ശ്വാസകോശത്തിൽ ഭസ്മം കയറിയത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്ന സമയത്ത് പോലീസിന്റെ ഒരു പരിശോധന, ഇൻക്വസ്റ്റിന്റെ ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പ്രാഥമികമായി കണ്ടെത്തിയതൊന്നും തന്നെ അത് ശരിയല്ല. നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആന്തരിക പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അസ്വാഭാവികമായ ഒരു പ്രവൃത്തിയും ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട്, മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കുടുംബം പല ഘട്ടങ്ങളിലും പല മാധ്യമങ്ങൾക്ക് മുന്നിലും കുടുംബം വ്യക്തമാക്കിയിരുന്നതും ഇത്തരത്തിലാണ്. അദ്ദേഹത്തിന്റെ സമാധിയായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള, ഗോപൻ സ്വാമിയുടെ സമാധിയായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള നിലപാടുകളായിരുന്നു കുടുംബം വ്യക്തമാക്കിയിരുന്നത്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പല മാധ്യമങ്ങൾ ആ കുടുംബത്തെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിനെതിരെ അവർ തന്നെ കോടതിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കുടുംബം പറഞ്ഞത് സമാനമായാണ്. ഇന്ന് 12 മണിയോടുകൂടി കുടുംബത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി വിനീഷ്. ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.